സുഹൃത്തുക്കളെ, PM ശ്രീയെ സംബന്ധിച്ച് ഇന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. UDF ഗവൺമെന്റിനെതിരെ LDF ഇന്ന് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആക്ഷേപമാണ് PM ശ്രീ UDF ഗവൺമെന്റ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ അവരുടെ ആക്ഷേപങ്ങൾ. യഥാർത്ഥത്തിൽ LDF ഗവൺമെന്റ് തലയിൽ മുണ്ടിട്ട് രഹസ്യമായി മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ CPI എന്ന രണ്ടാം കക്ഷിയെ, LDFിലെ രണ്ടാം കക്ഷിയെ പോലും അറിയിക്കാതെ PM ശ്രീ ഒപ്പിട്ടത് പിണറായി വിജയൻ സർക്കാരാണ്. ആ സർക്കാർ വളരെ പെട്ടെന്ന് മാറുകയും UDF സർക്കാർ വരികയും ചെയ്തു. UDF സർക്കാർ വന്ന അന്ന് മുതൽ PM ശ്രീ UDF നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നുള്ള നിലയിൽ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് LDFിനെ അനുകൂലിക്കുന്ന ആളുകളും അവരുടെ ചാനലുകളും. യഥാർത്ഥത്തിൽ ഈ ഏടാകൂടം, ഈ കുരുക്ക് ഉണ്ടാക്കി വെച്ചത് പിണറായി വിജയൻ സർക്കാരാണ്. സർക്കാർ അറിയാതെ പിണറായി വിജയൻ മാത്രം സ്വരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കീഴടങ്ങാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരും അറിയാതെ തന്നെ അവർ കേന്ദ്രത്തിൽ പോയി ഒപ്പിട്ട ഒരു കരാറാണ് PM ശ്രീ പദ്ധതി എന്ന കരാർ. ആ കരാറ് അത് കാവ്യവൽക്കരണം കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയതാണത്. എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു അവർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും അത് നടപ്പിലാക്കാൻ വേണ്ടി പിണറായി വിജയനെ നിർബന്ധിക്കുകയും അയാൾ പോയി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി പോയി ഒപ്പിടുകയും ചെയ്തു. അത് അന്ന് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചതാണ്. CPI അതിനെതിരായി കോലാഹലം, വഴക്കുകൾ കൂടിയതുമാണ്. അപ്പോൾ തൽക്കാലം ഒന്ന് മരവിപ്പിച്ചു എന്നതിനപ്പുറം അവർ ആ PM ശ്രീ നടപ്പിലാക്കുകയില്ല എന്നുള്ള നിലയിലുള്ള ഒരു പ്രസ്താവനയോ ഒന്നും തന്നെ അവർ നടത്തിയിട്ടില്ല. ഇപ്പോൾ UDFിൻ്റെ ഭരണം വന്നപ്പോൾ UDFിനെ ആക്ഷേപിക്കുവാൻ വേണ്ടി ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ചില മുസ്ലിം സംഘടനകളെ, നാമധാരികളായ ചില മുസ്ലിം സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് CPI നടത്തുന്ന ഈ കൺകെട്ടിക്കളി, കണ്ണിൽ പൊടിയിടുന്ന കളി, ഇത് കേരള ജനത മനസ്സിലാക്കും. PM ശ്രീ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല. അതിൻ്റെ കരിക്കുലം ഇവിടെ അതിൻ്റെ ടൈം ടേബിൾ അനുസരിച്ചുള്ള കരിക്കുലം ഇവിടെ നടപ്പിലാക്കുകയുമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉപസമിതിയെ UDF ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഉപസമിതി ഏകദേശം അത് നടപ്പിലാക്കാതിരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.